ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്നും നമുക്ക് നല്ലൊരു ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി ടിപ്പാണ്, നല്ല ഫേസ് പായ്ക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോഴെല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കൂടി ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് പായ്ക്ക് ഉണ്ടാക്കി നമ്മുടെ മുഖത്ത് തേച്ചാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വെറുതെ ചുമ്മാതെ പറയുമല്ല എന്നുവന്ന് നിങ്ങൾ വിചാരിക്കും ഇവർക്കൊരു ജോലിയില്ലേ വീട്ടിൽ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ ഒന്നുമല്ല, നമുക്കിങ്ങനെ ഓരോരോ പായ്ക്കുകൾ ഇട്ടാൽ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ വെയിൽ കൊണ്ടുള്ള, നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല, അത് വേറെ കാര്യം കേട്ടോ. നമ്മൾ വെയിലൊന്നും കൊള്ളാൻ പോകുന്നില്ല, എന്നാലും വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ഇതൊക്കെ നമുക്ക് ഇത് ഡെയിലി ചെയ്യാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോഴിഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇത് നമ്മൾ കിടുക്കാച്ചി ഫേസ് പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്തതിൻ്റെ നല്ല റിസൾട്ടുണ്ട്. എനിക്ക് താണ്ട് ഇവിടെ ഇങ്ങനെ പ്രായമായതിൻ്റെ വരകളും ചുളിവുകളും ഒക്കെ വരുമല്ലോ നമ്മുടെ നെറ്റിയിൽ കേട്ടോ. നമ്മൾ കുഞ്ഞായൊന്നും വരുമല്ല, പ്രായം ചെന്ന് വരികയാണ്. അപ്പോഴിവിടെ നന്നായിട്ട് എനിക്കിവിടെ ഇങ്ങനെ ഒരു 3-4 വരകളുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പ്രായം ചെല്ലുന്നത് നമ്മൾ ആരോടും പറയാൻ ഭയങ്കര വിഷമമാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ആ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. ഈ നെറ്റിമേലുള്ള നമ്മുടെ ചുളിവുകൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ അറിയാമായിരിക്കും കേട്ടോ. ഇപ്പോൾ അത് ഇല്ല കേട്ടോ. നമ്മൾ ഈ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ ഈ കണ്ടോ, ഇവിടെ 3-4 ചുളിവുകളുണ്ടായിരുന്നു കേട്ടോ. 3-4 ചുളിവുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളങ്ങോട്ട് ചെയ്യുമല്ലോ, നമ്മൾ മസാജ് ചെയ്യില്ല, സൂപ്പർ കിട്ടുവാണ് അത് കേട്ടോ. അപ്പോൾ തമാശയായിട്ട് പറയുന്നതല്ല കേട്ടോ. ഓരോന്നും നമുക്ക് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് അത് പ്രയോജനപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കിടുവായിട്ടുള്ള ഒരു പായ്ക്കുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ഇന്നത്തെ സാമ്പാറിന് ഒരു പകുതി ഉരുളക്കിഴങ്ങ് കുറവുണ്ട്, ഒരു പകുതി തക്കാളി കുറവുണ്ട്. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ മുഖത്തിടാൻ വേണ്ടി ഞാൻ എടുത്ത് പാത്ത് വെച്ചിരുന്നു. സത്യം പറയാമല്ലോ, ബാക്കി ഞാനിന്നിട്ട് സാമ്പാർ വെച്ചുള്ളൂ. അപ്പോഴിതിനൊക്കെ നമുക്ക് കമൻറ്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷമായിട്ട് നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നല്ല കമൻറ്റുകൾ നമുക്ക് തരുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും പോയി വേദനിപ്പിക്കരുത്. ചിലർക്കുണ്ട് എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല, ഈ പെണ്ണുങ്ങൾക്ക് തന്നെ പാരയുമാണ്. സത്യമുള്ള കാര്യം ഞാൻ പറയും, പെണ്ണുങ്ങൾ തന്നെയാണ് പാര. ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ. കുശുമ്പ് അസൂയ ഇതൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ. എൻ്റെ ബീനാമ കൊച്ചിന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായി ഈ സുപ്പു ചേച്ചി ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ മോള് വന്നു കേട്ടോ, കുട്ടനാട്ടിൽ നിന്ന് വരണം, ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോ ഞാൻ അങ്ങോട്ട് വരണോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടിപ്പിന് എടുത്തു വെച്ചിരിക്കുന്ന സംഭവം ഞാൻ അരച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാണിച്ചു വന്നാൽ ഒരുപാട് സമയമാവും. അപ്പോഴതുകൊണ്ട് തന്നെ നമ്മൾ ആ കൂട്ടിൻ്റെ കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ കൂട്ടി വെച്ചിട്ടാണെന്നില്ല ഞാൻ ഇന്നും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ നീര് മാത്രമാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്തിടാം. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാമ്പാറിന് തക്കാളി കുറച്ച്, അപ്പോൾ നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും
പാലും തേനും കേട്ടോ. 5 ഐറ്റം മറന്നു പോയേക്കരുത് ആരും. മറന്നു പോയാൽ അടി തരും. ഒറ്റ സാധനം കുറച്ചേക്കരുത്. പിശുക്കൊന്നും കാണിക്കേണ്ട. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എന്തായാലും ഒരു ദിവസത്തേക്ക് ഞാൻ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കടം തരാം കേട്ടോ. അപ്പോൾ മറക്കരുത്. അരിപ്പൊടി, പാല്, തേന്, തക്കാളി, ഉരുളക്കിഴങ്ങ്. നമുക്കറിയാമല്ലോ, നമുക്ക് ഇത്രയും മുഖത്ത് തേക്കേണ്ട അളവുകളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ലൊരു ഫേസ് പായ്ക്കാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂട്ടും ഞാൻ ഒരുമിച്ച് തന്നെ ഞാൻ അരച്ച് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇനി പിണക്കമൊന്നും വേണ്ട, വെവ്വേറെ ഒന്നും എടുക്കണ്ട. അപ്പോൾ പാലൊഴിച്ചിട്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും അരിപ്പൊടിയും കൂടെ നമ്മൾ ഒരുമിച്ച് സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് അരച്ച ഈ കൂട്ട് നമുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതിച്ച് തോരുമല്ലോ, നമ്മൾ നന്നായിട്ട് മുഖം കഴിയണം കേട്ടോ. മുഖം കഴുകിക്കൊണ്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ഇതൊന്ന് തോരുമല്ലോ, നമ്മൾ ഇച്ചി ഒന്ന് ഇടുമ്പോൾ ഇത് തോരും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇടണം കേട്ടോ. അപ്പോൾ നല്ലൊരു പായ്ക്കാണ്. ഞാൻ അവിടെ നിൽക്കാത്തതെന്ന് വെച്ചാൽ ആ സിറ്റ് ഔട്ട് മൊത്തവും ഈ നമ്മുടെ തേനും ഒക്കെ ആയതുകൊണ്ട് ഈച്ച പെട്ടെന്ന് വരും. എനിക്ക് തുടയ്ക്കാനേ ഉള്ളൂ സമയം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇനി വന്നത്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നല്ലൊരു എനിക്ക് എൻ്റെ മുഖത്ത് നല്ല ആ ചുളിവൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ നെറ്റിയുടെ ഇവിടെ ഒരു 3-4 വര സത്യമായിട്ടും അങ്ങനെ തമാശ പറഞ്ഞല്ല, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പഴയ തുണി ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക. അപ്പോഴും പഴയ തുണി ഇട്ടുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യാവൂ കേട്ടോ. എൻ്റെ അമ്മച്ചി എന്നെ ഈച്ച വട്ടവിട്ട് ഓടിക്കുക കേട്ടോ. വട്ടവിട്ട് ഓടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് തേനുള്ളത് കൊണ്ട് ഇവർ ഇച്ചിരി ഒരു മണം പിടിച്ച് പെട്ടെന്ന് വരും. ഞാൻ എത്ര ഈച്ച ഓടിച്ചെന്നറിയാം എപ്പോഴും. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഈച്ചയാവുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം ഈ ഈച്ചാട്ടം. ഓടിക്കും. ഈ തേനുള്ളത് കൊണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ള ആരുടെയിലും സുനിതയോട് ഞാൻ പറഞ്ഞു ഈച്ച പോയിന്ന്. പക്ഷേ ഈച്ച വീണ്ടും തിരികെ വന്നു. എന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ലതേ വന്നു. ഈച്ച പോവും, എന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ലെന്ന് തോന്നി ഈച്ച കേട്ടോ. ആ പായ്ക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ തമാശയെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുപിള്ളയ്ക്ക് ഇങ്ങനെ ആയിരിക്കും മനസ്സിനകത്ത് ചിന്തിക്കുന്നത്. ഇവർക്ക് ഈ പെണ്ണുപിള്ളയ്ക്ക് ഒരു ജോലിയില്ലല്ലോ, ഇവർക്ക് എന്താ വീട്ടിൽ പണിയൊന്നുമില്ല. നിങ്ങൾ നോക്കാം. പിന്നെ എത്ര പേർക്കാ? ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചേട്ടന്മാർ 4 പേര് നമുക്ക് ജോലിക്കാരുണ്ട്. അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി വെച്ചേട്ടാ ഈ സുപ്പ് ഇതെല്ലാം വേലകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിടിക്കുകയാണോ? അപ്പോഴെല്ലാവരും പറയും സമയമില്ലാന്നേ. ഇത്തിരി നേരം നമുക്കായിട്ട് നമ്മൾ സ്വയം ഒന്ന് മാറ്റി വെച്ചേ നമുക്ക് സമയം കിട്ടത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എത്ര നേരം നമ്മളിങ്ങനെ വായി നോക്കി കുത്തിയിരിക്കും. എൻ്റെ ഇച്ചപ്പോ ദേഷ്യം വരുന്നു. പിന്നെ ഈ ഈച്ചയും കൊണ്ട് ഞാൻ എന്തൊരു കഷ്ടമാണെന്ന് പറയാം. എന്നെ സമ്മതിപ്പിക്കത്തില്ലല്ലോ. ഇത് ഇങ്ങനെയും ഉണ്ട് ഒരു ഈച്ച. ഈ തേനിൻ്റെ ഇതുകൊണ്ട് കേട്ടോ നമ്മളെ തന്നെ കൊല്ലും. അപ്പോൾ ഇത്രയും പേർക്ക് 9 പേർക്ക് പിന്നെ നമ്മൾ ആഹാരവും വെച്ചിട്ടാണ് ഈ സുപ്പ് ഈ വേല ഇന്നിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈച്ച എൻ്റെ പൊന്നെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പൊട്ടുമൊന്നും ഇടാതെ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്യണ്ടേ. എനിക്ക് വയ്യ. ഭയങ്കര ഇത് ഇച്ചിരി തേനിൻ്റെ ഒരു അംശം. എനിക്ക് വയ്യ. എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇതുകൾ. അപ്പം നമുക്ക് ഇത് ഈച്ചയാണെന്ന് വിചാരിക്കുമല്ലേ. എൻ്റെ ചെല്ലയിലിരിക്കുന്നത് ഈച്ചയാണെന്ന് വിചാരിക്കും. അപ്പോഴത്തേ ഈ പാസ്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പായ്ക്ക് നമുക്ക് ഇവിടെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം നമുക്ക് അടിപൊളി നമുക്ക് ഫേസ് പായ്ക്കുകളാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ മാത്രം ചെയ്തത് കൊണ്ട് എന്താണ് എല്ലാവരും വിചാരിക്കേ ഞാൻ ഇടുന്ന വീഡിയോകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ എടുത്ത് വയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾ വിചാരിക്കും അന്നൊക്കെ നമ്മൾ എടുത്ത് ഇടുന്നതായിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോകളൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. സമയമില്ലാത്തപ്പോൾ നമുക്ക് അഥവാ ഒരു ദിവസം നമുക്ക്
കണ്ണാ എടാ പപ്പ എന്തിയടാ? ഞാൻ അപ്പച്ചനെ പപ്പയെ തിരക്കി വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അണ്ണനെ തിരക്കി ആരെങ്കിലും വന്നാൽ എൻ്റെ അവസ്ഥ ഇന്ന് പെട്ടുപോയി കേട്ടോ. പെരക്ക് അവിടെ സിറ്റൗട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഓടിയാലേ. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് എങ്ങോട്ടും ഓടാനും വയ്യ. അങ്ങനെ ഒരു അക്കടി വെട്ടി കേട്ടോ. ഞാൻ ഇതിന് മറങ്ങി നിന്നു. എനിക്ക് നാണക്കേട്. പക്ഷെ കണ്ടെന്ന് തോന്നുന്ന ആള് കേട്ടോ. സാരമില്ല. അപ്പോഴും അവിടെ ചെന്നിങ്ങനെ പൊണ്ടാട്ടിയോട് പറയായിരിക്കും, എടീ അവൻ്റെ പെണ്ണിങ്ങനെ മുഖത്ത് എന്തൊക്കെയോ വാരി തെച്ച് നിൽക്കുന്നതല്ലേ. ഈ ഈച്ച എന്നെയും കൊണ്ടേ പോകത്തുള്ള പിള്ളേരെ ഇന്ന് എനിക്ക് വയ്യ. ഒരു സൈസ് വലിയ ഈച്ച ഉണ്ടല്ലോ, അതാ കേട്ടോ. അപ്പോഴത്തിന് നേരമായി. അപ്പോൾ ഇച്ചിരിയും കൂടെ ഉണ്ട്. ഇതൊന്ന് തോന്നു കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇടും കേട്ടോ. അപ്പോഴേ ഇച്ചിരി കട്ടിക്കിടണം. കട്ടിക്കിട്ടിട്ട് നമുക്ക് തുടച്ച് കളയും കേട്ടോ. ഇനി ഇത്തിരി നേരം മിണ്ടാതെ ഇരിക്കാം കേട്ടോ. ഇതൊന്ന് തോരട്ടെ. അപ്പോഴത്തേന് ഈച്ച എന്നെ കൊല്ലും കേട്ടോ. ഈച്ച ഓടിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കട്ടെ. ഞാൻ 5-10 മിനിറ്റ് ആയി കാണും. അപ്പോഴും നമ്മൾ ആദ്യം ഇട്ട പായ്ക്ക് ഒന്ന് തോന്നു കേട്ടോ. ഇവിടെ പാത്തിരുന്നേത് ആരും കാണാതെ നമ്മുടെ സരസ്വം എങ്ങാനും കണ്ട് പേടിച്ച് പോയാലും ഇവിടെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഇത്തിരിയും കൂടെ ഉണ്ട് കേട്ടോ. ആ പായ്ക്കും കൂടെ നമുക്ക് കട്ടിയായിട്ട്. കാര്യം പറയരുത് കേട്ടോ. കാര്യം പറയുകയേ ചെയ്യരുത്. ഇപ്പം പിന്നെ കാര്യം പറയാനല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇനി ഉണങ്ങട്ട് കേട്ടോ. ഉണങ്ങിയിട്ട് നമുക്ക് കഴുകി കളയാം. നമ്മുടെ മുഖത്തിന് പറ്റി അത്രയും സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ. അധികമാക്കി കളയണ്ട കേട്ടോ. ഇവിടെ മഴ ചാർന്നു കേട്ടോ. സ്കൂൾ വണ്ടികൾ പോകുന്നു. ടീച്ചർമാരും പിള്ളേരും ഒക്കെ എത്തി നോക്കി ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോഴതേ നമ്മുടെ പായ്ക്ക് നന്നായിട്ട് ഇവിടെ ഉണങ്ങി വന്ന എൻ്റെ മുഖത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തൊട്ടട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഈച്ചനെ ഓടിച്ചിട്ട് കുത്തുമായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ പാത്തിരുന്നേത്. ഈച്ച പേടിച്ച്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ആ മുഖത്തെ ആ ചുളിവുകൾ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. എനിക്ക് ആ ചുളിവുകൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നീച്ച ഇന്ന് ഇതിൻ്റെ കുത്തുകൊണ്ട് ഞാൻ ചാവുമെന്നാ തോന്നുന്നു. ഈച്ച ഭയങ്കര ശല്യം കേട്ടോ. ഈ സംഭവം ഈ തേനിൻ്റെ മധുരം ഇതൊക്കെ നമുക്ക് തുടയ്ക്കാം കേട്ടോ. തുടച്ചിട്ട് ഞാൻ കുളിച്ചിട്ടേ വരുന്നുള്ളൂ. നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ.
നിൽക്കാനൊക്കത്തില്ല, ഇവിടെ സ്കൂൾ വണ്ടികൾ എപ്പോഴും വരുന്നുണ്ട്. സ്കൂൾ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് അവർ കാണണ്ടെന്ന് വിചാരിച്ച് ഞാൻ പാത്തിരിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. എന്തിനാ വെറുതെ അവരെ പേടിപ്പിക്കുന്നല്ലേ? എൻ്റെ മൊബൈല് വരെ ഈച്ച പറ്റുകയെന്നുള്ളതാണ്. ഞാനിങ്ങനെ കുത്തത്തില്ലേ, നമ്മളിങ്ങനെ കട്ടാക്കത്തില്ലേ, അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈച്ച കട്ടിക്കിട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് തുടച്ചിടണം കേട്ടോ. വെയിലും മഴയും, കാട്ടിലെ കുറുക്കൻ്റെ കല്യാണം, നമ്മളങ്ങനെയല്ലേ പറയുന്നത്, കാട്ടിലെ കുറുക്കൻ്റെ കല്യാണം. എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ? എന്ന് ഈ വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരും. പിന്നെ ഇവളെന്തോ ചുന്നരി മറിയാമേ എന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് അല്ലയോ? എന്നൊക്കെ വിചാരിക്കും അല്ലയോ? ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കഴുകി കളയണം. കുളിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ എന്നെ ഈ ഈച്ച കൊല്ലും കേട്ടോ. അപ്പോഴും ഞാൻ കുളിച്ചിട്ടൊക്കെ കഴുകും, അല്ലെങ്കിൽ എൻ്റെ ടിഷ്യൂ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. ഈച്ചയുടെ കുത്തും ഞാൻ കൊള്ളണം. തകർപ്പ് വരി മഴ പെയ്യും ഇവിടെ കേട്ടോ. ഞാനേ കുളിച്ചിട്ട് വരാം കേട്ടോ. ഈച്ചേനെ ആക്രമിക്കും കേട്ടോ. കുളിച്ചിട്ട് വരാം. അപ്പോൾ ഈച്ച എവിടെ പോകും നമുക്കറിയണമല്ലോ. അത്ര വെള്ളത്തില്ല എന്നെ ഓടിച്ചിട്ട് കുത്തി കൊല്ലുക കേട്ടോ. ഓ ഈച്ചേ, നിങ്ങളെ കൂട്ടില്ല പോ. അങ്ങനെ നമ്മളിത് മുഖമൊക്കെ നന്നായിട്ട് കഴുകി കേട്ടോ. നല്ല സംഭവമാണ്, നല്ല കിടുക്കാച്ചി ഒരു പായ്ക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വെറുതെ പറയുമല്ലേ, എനിക്ക് വിശ്വാസമായത് ഈ പായ്ക്കുകളൊക്കെ ചെയ്തപ്പം എനിക്ക് വിശ്വാസമായത് എൻ്റെ നെറ്റിയിലെ ഈ ചുളിവുകൾ, ഒരു 3-4 ചുളിവുകളുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് മാറി കിട്ടി കേട്ടോ. അത് വേറെ നമ്മൾ വെളുത്തിട്ട് ഒന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ഈ നെറ്റിമേലെ ഒരു 3-4 ചുളിവുകളുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് നന്നായിട്ട് മാറി. ഇപ്പം ചുളിവുകളില്ലല്ലോ. ഞാനിപ്പോൾ ഒരാഴ്ചയോളം നമ്മളിങ്ങനെ ഓരോരോ പായ്ക്കുകൾ ചെയ്യുന്നല്ലോ. സത്യമായിട്ടും ഇത് നമ്മൾ കെമിക്കലുകളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. സത്യമായിട്ടും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. മുഖത്ത് നല്ല തണുപ്പും കേട്ടോ. കുളിച്ചിട്ട് വന്നത് കൊണ്ട് പറയല്ല, എന്താ നല്ല നമുക്കൊരു ഇതും. ഈ മുഖക്കുരു വന്ന പാടുകളും കുഴികളൊക്കെ ഉണ്ടല്ലോ, ചിലരുടെയൊക്കെ മുഖം നോക്കിയാൽ നന്നായിട്ട് കുഴികളുണ്ട് കേട്ടോ. പാവത്തുങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. എൻ്റെ ചേച്ചിക്കാണെങ്കിൽ കൊച്ചു പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് മുഖക്കുരു നന്നായിട്ട് കുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം അത്ര മുഖക്കുരു ഒന്നും വലുതായിട്ടില്ല. ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ താരൻ മുഖത്തല്ലല്ലോ, മുഖത്തും വരും താരൻ കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. തലയിലെ താരൻ നമ്മുടെ ഈ പുരികത്തിനകത്തൊക്കെ വന്ന് ചിലർക്കൊക്കെ പുരികമൊക്കെ കൊഴിയുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം കേട്ടോ. താരൻ്റെ ഭയങ്കര അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്ത് മാറ്റണം, എന്നാലേ നമുക്ക് മുടി വളർച്ചയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സാധനങ്ങളും കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി പായ്ക്കാണ് കേട്ടോ. നമുക്ക് നല്ല മുഖത്ത് നല്ല
തീർച്ചയായിട്ടും പിന്നെ നല്ല വ്യത്യാസം വരും. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്താലൊന്നും മാറത്തില്ല. നമുക്ക് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പായ്ക്കുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ ആദ്യമേ ചിലർക്കൊക്കെ ഈ അലർജികളും ഒക്കെ ഉള്ളവർ ചിലർ കാണും കേട്ടോ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് പായ്ക്ക് തന്നെ എടുത്താലും നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് തേച്ച് ഒരു 5 മിനിറ്റൊക്കെ നോക്കിയിട്ട് വേണം മുഖത്തിടാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മുഖത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മൊത്തത്തിലൊക്കെ ഇങ്ങനെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ വല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ എല്ലാവരും കൂടെ തല്ലി ഓടിക്കും. നാട്ടുകാരല്ല വീട്ടുകാരും തല്ലി ഓടിക്കും കേട്ടോ. കെട്ടിയന്മാരൊക്കെ എപ്പം ദൂരെ എടുത്ത് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കിയിട്ട് മാത്രം മുഖത്ത് നമ്മൾ പായ്ക്കൊക്കെ ഇടാം കേട്ടോ. എനിക്ക് പിന്നെ ഇതുവരെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ഒരു ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു പായ്ക്കാണ് കേട്ടോ. എനിക്ക് വിശ്വാസമായത് എൻ്റെ ഈ നെറ്റിമേലുള്ള ഈ ചുളിവ് മാറി കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നല്ലോ ഒരാഴ്ച കൊണ്ടൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു പായ്ക്കാണ്. വീണ്ടും പറയുന്നത്, നമുക്കത് പ്രയോജനപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ ചെയ്താൽ ഒന്നും മാറി കിട്ടത്തില്ല. തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ ഡെയിലി ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എന്നും നമുക്ക് ചെയ്യാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ എന്നും നമുക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ വേണം. പിന്നെ തേനൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, ചായക്ക് പാല് വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈച്ച ഓടിക്കുമായിരുന്നു വീട്ടിൽ കേട്ടോ. അപ്പോഴതാണ് ഞാൻ വേഗം തന്നെ പോയി കുളിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കും നമ്മുടെ മുഖത്തെ വ്യത്യാസമൊക്കെ മനസ്സിലായല്ലോ കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോയൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.